കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. ഇതിലേറെക്കുറെ എല്ലാ സർവീസും നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ ഇടയ്ക്ക് നിന്നുപോയതാണ്. എന്നാൽ ചില സർവീസുകൾ പുതിയതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലീസ് ആവശ്യമാണെങ്കിൽ തരാം. നടക്കേണ്ട കാര്യങ്ങൾ നടത്താൻ പറ്റുന്നതുപോലെ ഇപ്പോൾ 35 ദിവസമല്ലേ ആയുള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞ തെരുവ് നായ്ക്കളെ ഫസ്റ്റ് ഘട്ടം നമ്മൾ കൂട്ടിലടച്ചില്ലേ ഭരണസമിതി. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. എല്ലാവരും കൂടെ കൂട്ടായ പ്രയത്നം രാത്രിയും പകലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് ഈ കണ്ടു തുടങ്ങിയത്. നമസ്കാരം. KSRTCയും തിരുവനന്തപുരം നഗരസഭയും തമ്മിൽ ചെറിയൊരു രീതിയിലുള്ളൊരു തർക്കം ഇക്കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്നു. അതായത് ഇലക്ട്രിക് ബസ്സുകൾ ഈ നഗരപരിധി വിട്ട് ഓടുന്നു എന്നുള്ളൊരു ആരോപണവും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രി KB ഗണേഷ് കുമാറും നഗരസഭാ മേയർ VV രാജേഷും തമ്മിൽ ചർച്ച നടക്കുന്നു. ഒടുവിൽ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് നഗരസഭാ മേയർ ശ്രീ VV രാജേഷ്. മാധ്യമപ്രവർത്തകർ ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് KSRTC ഇലക്ട്രിക് ബസ്സുകൾ, സ്മാർട്ട് സിറ്റിയുടെ ഇലക്ട്രിക് ബസ്സുകളുടെ അടുത്ത ഘട്ടം എന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ഇട റോഡുകളിലൂടെ ചെറിയ ബസ്സുകൾ ഓടുന്നത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തി. അതിനെ തുടർന്ന് നിലവിലുള്ള കൗൺസിലർമാരോട് നേരത്തെയൊക്കെ ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളിൽ, അതായത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇട റോഡുകളിലേക്ക് ബസ് ആവശ്യമുണ്ട് എന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് അതിൻ്റെ അവസാനഘട്ട രൂപമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിക്ക് കൊടുങ്ങാനൂർ വാർഡിൽ കുലശേഖരത്ത് നിന്ന് എൻ്റെ സർവീസ് ആരംഭിക്കും. അപ്പോൾ കുലശേഖരം, കൊടുങ്ങാനൂർ, തിട്ടമംഗലം, കുണ്ടവൻകടവ്, കുരുവിക്കാട് ഇതുവഴിയുള്ള ബസ്സായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിക്കും. 9:30 അതേ സ്ഥലത്ത് നിന്ന് ഒരു റൂട്ടിൽ ബസ്സുണ്ട്. വൈകുന്നേരം 5 മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും തിരിച്ച് ബസ് വരും. ഇതുപോലെ തന്നെ മറ്റ് 22 വാർഡുകളിൽ കൂടി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അതിനെ തുടർന്ന് കൂടുതൽ ആവശ്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും KSRTC വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാർ തന്ന റൂട്ടുകൾ ചിലത് ഫീസിബിൾ അല്ല. അവിടേക്ക് ബസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ യാത്രക്കാർ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടി പുനഃക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം ഗതാഗത വകുപ്പിന് മുൻപാകെ വച്ചത് നടന്ന ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അത് മാധ്യമപ്രവർത്തകർ പലപ്പോഴും കഴിഞ്ഞ 1 മാസമായി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത ഘട്ടം എന്താണെന്ന്. അടുത്ത ഘട്ടം ഇതാണ്, പ്രശ്നം പരിഹരിച്ചു ബസ് ഓടി തുടങ്ങും. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ്. അവിടെ നിന്ന് ആണ് ഇപ്പോൾ എല്ലാ ബസ്സുകൾ ഏറെക്കുറെ എല്ലാം അന്നൊക്കെ തന്നെ സർവീസ് ആരംഭിക്കും. ഇന്ന് നാളെയുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ATOയുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അതിൻ്റെ സമയമൊക്കെ ഫിക്സ് ചെയ്തു. ഇന്ന് നാളെ നടക്കുന്ന ചർച്ചകൾ മറ്റുള്ള കൗൺസിൽ, ഇപ്പോൾ മേയറുടെ വാർഡായതുകൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അപ്പം തന്നെ സമയം തീരുമാനിക്കാൻ പറ്റി. മറ്റെല്ലാ കൗൺസിലർമാരോട് ഇന്ന് നാളെയായിട്ട് ചർച്ച നടത്തി മിക്കവാറും ശനിയാഴ്ച ഞായറാഴ്ച മുതൽ എല്ലാ ബസ്സും ഓടി തുടങ്ങും. KSRTC തയ്യാറാണ്, അവരെല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇതിലേറെക്കുറെ എല്ലാ സർവീസും നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ ഇടയ്ക്ക് നിന്നുപോയതാണ്. എന്നാൽ ചില സർവീസുകൾ പുതിയതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലീസ് ആവശ്യമാണെങ്കിൽ തരാം, ഏതൊക്കെ റൂട്ടാണ് എന്നൊക്കെയുള്ള തരാം. ചിലത് കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് അത്രയ്ക്കോളം ഫീസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് പുനഃക്രമീകരിക്കും. അല്ല, ഞാനത് പറഞ്ഞത് ആകെ വാങ്ങിയ ബസ്സുകളുടെ എണ്ണമാണല്ലോ പറഞ്ഞത്. അതിപ്പോഴും ഓടുന്നുണ്ട്. അതിൻ്റെ ഇപ്പം ഇനി ഏതെങ്കിലും വാഹനങ്ങൾ
എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC എൻ്റെ കണക്കറിയുള്ളൂ. വാങ്ങിയതിൻ്റെ കണക്കാണ് ഞങ്ങൾ ഇവിടുത്തെ എഗ്രിമെൻറ്റിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും ഓടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലല്ലല്ല, അതിൽ നിന്നാണ് 23 റൂട്ടുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ആ 115 ബസ്സുകളിൽ നിന്നാണ് 23 ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട ചില റൂട്ടുകളിൽ പിന്നെ ഇലക്ട്രിക് ബസ്സല്ല ഡീസൽ ബസ്സാണ് അനുയോജ്യമെന്ന് KSRTC കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 റൂട്ടുകൾ അത്തരത്തിലുള്ള ബസ്സാണ് അയക്കുന്നത്. ഇലക്ട്രിക് ബസ്സാണ്. അതിൽ 2 സ്ഥലത്ത് കുറച്ച് കയറ്റം കൂടുതലായതുകൊണ്ട് ഡീസൽ ബസ്സാണ് സൗകര്യമെന്ന് KSRTC കണ്ടത്. അവരാണല്ലോ അതിൽ എക്സ്പെർട്ട്. സ്വാഭാവികമായിട്ട് എനിവേ 23 റൂട്ടുകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഈ ബസ് എത്രയും പെട്ടെന്ന് റോഡിലിറക്കി ജനങ്ങൾക്ക് പരമാവധി ഗുണപ്പെടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ച. അത് തൃപ്തികരമായ രീതിയിലാണ് ചർച്ച അവസാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ റൂട്ട് ആരംഭിക്കുന്നത്. KSRTC ഒരു പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ, അവരൊരു പഠനം നടത്തിയിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ചില റൂട്ടുകളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു പക്ഷേ ആൾക്കാർ കുറച്ച് 1-2 ആഴ്ച ഓടുമ്പോഴായിരിക്കും കിട്ടുന്നത്. അതിനെക്കുറിച്ച് KSRTC ആണ് പഠിച്ചിട്ടുള്ളത്. കൂടേണ്ട കാര്യങ്ങളൊക്കെ കൂടിയതിൻ്റെ റിസൾട്ടിൽ വരുന്നത്. നടക്കേണ്ട കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് പോലെ ഇപ്പോൾ 35 ദിവസമല്ലേ ആവുള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞ തെരുവ് നായ്ക്കളെ ഫസ്റ്റ് ഘട്ടം നമ്മൾ കൂട്ടിലടച്ചില്ലേ ഭരണസമിതി. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും കൂടെ കൂട്ടായ പ്രയത്നം രാത്രിയും പകലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് ഈ കണ്ടു തുടങ്ങിയത്. 8 വർഷം കൊണ്ടുണ്ട്. 8 വർഷം കൊണ്ട് അവിടെ എത്ര നായ്ക്കളുണ്ട്? അല്ല, ഞാൻ ചോദിക്കും, 8 വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പാർപ്പിക്കുമായിരുന്നു? ഞാൻ പറയാം 137 ആണല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിപ്പുറം 50 നായ്ക്കളെ അവിടെ എത്തിച്ചു. അപ്പോൾ 187 ആയി. 137 നായ്ക്കൾ 8 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 50 നായ്ക്കളെ കൊണ്ടുവിട്ടതിൻ്റെ പിറ്റേ ദിവസം DYFI ബോർഡ് വെച്ചു. അടുത്ത ദിവസം അവിടുത്തെ കോവളം MLA വന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് പൊളിച്ചു. 8 വർഷവും ഇതൊന്നും സംഭവിച്ചില്ല. ഗേറ്റ് പൊളിച്ചു. അങ്ങനെയുള്ള അതിൻ്റെ പുറത്തൊരു ചെറിയ ധർണയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും 50 നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ ഷെൽട്ടർ നടന്നു പോകുന്നത്. അവിടെ ഇനി നായ്ക്കളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഇല്ല. 50 എണ്ണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനും ഇല്ല. രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ വാർത്ത കൊടുത്തോളൂ, സമരങ്ങളായിട്ട് കാണും. പിന്നെ ഇപ്പോൾ ഒരു ചാനലിൽ, റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നത് കേട്ടു, ഒരു വ്യക്തിയുടെ വീട്ടിൽ തുറന്നു വിട്ടിരിക്കുന്ന അഴിച്ചു. ഒന്നുമല്ല, ഞങ്ങൾ നേരിട്ട് പോയി, മേയർ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ 1 ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ കെട്ടിയിട്ടുള്ളത്. അവിടെ നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന വസ്തുവാണ്. ആ ഉടമസ്ഥൻ്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് നേരം നിന്ന് തിരിച്ചിറങ്ങി വന്നു. നായ്ക്കളെ അവർ സമരത്തിൻ്റെ പേര് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നായ്ക്കളൊക്കെ തന്നെ പഞ്ചായത്തിൽ വിഹരിക്കും. അതിനേക്കാൾ നല്ല ഭക്ഷണം കൊടുത്ത് ഏറ്റവും മികച്ച മാർക്കറ്റിൽ ലഭ്യമാവുന്നതിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് അതിന് കൊടുക്കുന്നത്. ഒന്നിടവിട്ട് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം, അങ്ങേപോലെ ചെറുപ്പക്കാരായ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി പരിശോധിക്കണം വസ്തുത. ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച ഒരു നായെങ്കിലും അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതായിട്ട് അങ്ങ് കണ്ടെത്താമോ? ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച നായ്ക്കളെല്ലാം തന്നെ വണ്ടിത്തടുത്ത ഷെൽട്ടറിലുണ്ട്. ഇപ്പോൾ ABCക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടേയില്ല. പറഞ്ഞത് ചേങ്കോട്ട് കോണത്തെ നായ്ക്കളെ വണ്ടിത്തടത്ത് ABC ഷെൽട്ടറിലേക്ക് മാറ്റും, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ABC സെൻറ്റർ, ഷെൽട്ടർ എന്നുള്ള വാക്ക് പിൻവലിക്കുന്നു, സെൻറ്റർ. അവിടെ എനിക്ക് തോന്നുന്നൊരു 60-65 നായ്ക്കളെയൊക്കെ വയ്ക്കാം. അതിന് ശേഷമല്ലേ, അപ്പം നോക്കാം. അതപ്പോൾ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് സൊല്യൂഷൻ ആവശ്യം ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും. എന്തേ
ഇന്നലെയും അവർ അതിൻ്റെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ കോർപ്പറേഷൻ ഇതുവരെ ബസ് വാങ്ങിച്ചു കൊടുത്തില്ല. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. ഒരു ചർച്ചയും നടന്നില്ല. 23 റൂട്ട് പുതിയതായി മീൻസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ട് 23 റൂട്ട് ഗതാഗത വകുപ്പുമായിട്ട് സംസാരിച്ചു. അത് അടുത്ത ദിവസം ആരംഭിക്കും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമൊന്നും ഇടപെടും. റൂട്ട് കൊടുക്കേണ്ടത് ഞങ്ങളല്ല. ഞങ്ങൾ ഗതാഗത വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അവർ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. അത് KSRTC ആണ് തീരുമാനിക്കേണ്ടത്. അവരുടെ റേറ്റ് അനുസരിച്ച് ഞങ്ങൾ ബസ് അതുവഴി വരാനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. റേറ്റൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. അല്ലല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സെൻ്ററുണ്ട്. അതിപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം കൊണ്ട് ജനുവരി കൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ എത്തിയിട്ടില്ല. അത് കിട്ടാനുള്ള ശ്രമം നടത്തും. അതെ, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ABC ഇപ്പോൾ പോർട്ടബിൾ സെൻറ്റർ യൂണിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നായ്ക്കളെ ABC നടത്തിയാൽ അതിനെ വീണ്ടും തിരിച്ച് തെരുവിലേക്ക് തന്നെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഷെൽട്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അതിനുള്ള പരിശ്രമമാണ്.